ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി പൊട്ടറ്റോ കറി റെസിപ്പി ആയിട്ടാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, തേങ്ങ പോലും ചേർക്കുന്നില്ല, തേങ്ങ വറുത്തരക്കുന്നില്ല. എന്നാലും നല്ലൊരു നോൺ വെജ് കറിയുടെയൊക്കെ ടേസ്റ്റാണ്. ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഗീ റൈസിൻ്റെയും ചോറിൻ്റെ കൂടെ വരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈസി പൊട്ടറ്റോ കറി തയ്യാറാക്കുന്നത്. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ഒരു തക്കാളിയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മുഴുവനായും ചേർക്കണം എന്നില്ല, പകുതിയൊക്കെ ചേർത്താൽ മതിയാവും. പിന്നെ 5 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ പിന്നീടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മുങ്ങുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. 2-3 വിസിൽ വരുന്നത് വരെയൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ കറിക്ക് നല്ല ഒരു കളറും കിട്ടും, എന്നാൽ എരിവും കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സാധാരണ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു അളവിൽ ചേർക്കേണ്ട, 1/2 ടീസ്പൂൺ ചേർക്കേണ്ട. അങ്ങനെ ആകുമ്പോൾ കറിക്ക് നല്ല എരിവായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം ഒട്ടും കൂടാൻ പാടില്ല. പൊടികളൊക്കെ കരിഞ്ഞു പോയാൽ പിന്നെ കറിയും ഒരു കയ്പ്പ് രുചിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പൊടികൾ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വെള്ളത്തോട് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ തേങ്ങ അരച്ചിട്ടൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, കറി നല്ല തിക്കായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാം വേണ്ട കേട്ടോ, കുറച്ച് കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. പിന്നെ ഉരുളക്കിഴങ്ങ് ആദ്യമേ ഉടച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചേർത്താൽ മതിയാവും. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരട്ടെ. ഞാനിപ്പോൾ കറിയിൽ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. കറി തിക്കായി വന്നിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ. പിന്നെ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എനിക്ക് ഇത്ര മതിയാവും ഗ്രേവി. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.